നമസ്കാരം. ചുവപ്പ് നാടയിൽ കുരുങ്ങപ്പെട്ട ഒരു ജീവിത സാഹചര്യമാണ് ഞാൻ നിങ്ങളോട് വിശദാക്കാൻ പോകുന്നത്. ഞാൻ 2014-17 ബാച്ചിൽ മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ എമർജൻസി മെഡിസിൻ MD കഴിഞ്ഞ ഒരാളാണ്. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് പല ഹോസ്പിറ്റലുകളായിട്ട് വർക്ക് ചെയ്യാം. 2025 തുടക്കത്തിൽ ഞാൻ തബൂക്കിൽ പോവുകയും അവിടെ സൗദി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. ഏകദേശം 3 മാസത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അതിനിടയിൽ ഫെബ്രുവരി 2-ാം തീയതി ഞാൻ എഴുതിയ PSC എക്സാമിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഞാൻ വന്നു. സർക്കാർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിർബന്ധിതമാക്കിയ DME മുഖേനയുള്ള സീനിയർ റെസിഡൻസി ചെയ്തിട്ടാണ് ഞാൻ MD കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പുറത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇത് DMEയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഒരു നിയമനമായിരുന്നു. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഞാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ 3 മാസം കംപ്ലീറ്റ് ചെയ്ത് പ്രൊബേഷനിലായിരിക്കുന്ന സമയമായതുകൊണ്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്യുകയും നാട്ടിലേക്ക് PSC ജോയിൻ ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വരികയും ചെയ്തു. ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു കാര്യം അറിയാൻ പറ്റി. ഇത് 1 ഇയർ എന്നുള്ളത് ജൂലൈ 10-ാം തീയതി 2017 ഞാൻ സീനിയർ റെസിഡൻസി സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 13-നാണ് എൻ്റെ റിസൾട്ട് വന്നത്. എന്നാൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ സീനിയർ റെസിഡൻസി സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പം ഈ 3 ദിവസത്തെ ഒരു ഗ്യാപ്പ്, അതായത് റിസൾട്ട് വന്നതിന് ശേഷമല്ല സീനിയർ റെസിഡൻസി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻ്റർവ്യൂവിലേക്കുള്ള എൻട്രി റിജക്റ്റ് ചെയ്യുകയുണ്ടായി. അത് തുടർന്ന് ഞാൻ വേറൊരു ആളുമായിട്ട് ജോയിൻ ചെയ്ത് കേസിൽ പോയി. കേസ് തോൽക്കുന്നൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ PSC ആഗ്രഹം ഡ്രോപ്പ് ചെയ്യുകയും ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഫീൽഡിൽ MD കഴിഞ്ഞതിന് ശേഷം 8 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഗവൺമെൻറ്റിലേക്ക് ഒരു എൻട്രി കിട്ടിയാൽ നല്ലതാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ വിദേശത്തുള്ള എൻ്റെ ജോലി റിസൈൻ വരെ ചെയ്തു. പക്ഷേ ചില ചുവപ്പ് നാടകൾ, അതായത് 1 വർഷം സീനിയർ റെസിഡൻസി ചെയ്ത സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ 3 ദിവസം റിസൾട്ട് വരുന്നതിന് മുന്നുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് റിജക്റ്റ് ചെയ്തത്. DME എന്ന് എനിക്ക് ക്ലാരിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ്. ഇത് 1 വർഷമായി കണക്കാക്കപ്പെടുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും PSC അത് എടുക്കാൻ തയ്യാറായില്ല. ഒരു വട്ടത്തെ കേസിൽ നോട്ടിഫിക്കേഷൻ്റെ മുന്നേ തന്നെ ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിനാൽ ആ കേസ് തള്ളപ്പെടുകയും ചെയ്തു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഗവൺമെൻറ് മേഖലയിൽ ഡോക്ടർമാരില്ല, ആളുകൾ വരുന്നില്ല എന്ന് പറയുന്നവർ സ്വമേധയാ വരാൻ തയ്യാറാവുന്നവരെ ഡീമോറലൈസ് ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിൽ ചേരാത്തത് ഒരു ജീവിത നഷ്ടമായി കരുതുന്നില്ല. എന്നാലും നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഉദ്ദേശിച്ച് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു ചെറിയൊരു കാര്യത്തിൽ കുടുങ്ങി നമ്മളുടെ ഒരു നിയമനം നഷ്ടമാവുന്നതിനുള്ളൊരു വിഷമം ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇപ്പോൾ PSCയിൽ സമാനമായ കേസ് പീഡിയാട്രിക്സ്, ഓർത്തോ മുതലായ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പുത്തരിയല്ല. അവർക്കും ഇങ്ങനെ ആളുകൾ റിജക്റ്റ് ചെയ്യുന്നതും ഒരു പുത്തരിയല്ല. അപ്പം ഇതൊരു മാനസിക വിഷമത്തിന് ഇടയാക്കി അത് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഭാവിയിൽ ഈ ഒരു 3 ദിവസത്തെ കുറവ് നികത്തി മുന്നോട്ട് പോകണം എന്നുള്ളതും ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു.